നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഇന്ന് നടന്ന 451/2023 LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ, അതുപോലെ 400 മലപ്പുറം, ഇടുക്കി മുതലായ ജില്ലകളിലെയും 481/2023 ഓഫീസ് അറ്റൻഡിൻ്റെയും പിന്നെ 601/2023 ആയ, അതുപോലെ കൂലി വർക്കർ, അങ്ങനെ കുറച്ച് കാറ്റഗറികളിലെ ഇന്ന് PSC ഒരുമിച്ച് നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണെന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷനുകളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ആൻസർ കീ ഒക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതിവിടെ തന്നതിൽ മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം സി ആണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അപ്പോൾ അതാണ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 2, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അത് ബാലഗംഗാധര തിലകൻ തന്നെയാണ്. 3, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ 4 കാരണങ്ങൾ തന്നിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. കർഷകരുടെ ദുരിതങ്ങളുണ്ട്, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യമുണ്ട്, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശരിയായതുകൊണ്ട് ഉത്തരം ഡി ആണ്. 4, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അത് അരുണ അസഫ് അലി, ബി ആണ് ഉത്തരം. 5, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സി, സൂര്യസെൻ. ഇനി 6, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അത് 1, 2, 3, 4 ഈ തന്നിരിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ്. ഇനി 7, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. അത് ആദ്യം ഒന്നാമത്തെ കുണ്ട്ര വിളംബരം, പിന്നെ വരുന്നത് മലയാളി മെമ്മോറിയൽ, പിന്നെ വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് വരുന്നത് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ സി ആണ് ഉത്തരം. 8, ചേരുംപടി ചേർക്കുക. അത് അതിൽ ഒന്നാമത്തേന് 2ആണ്. അതായത് അയ്യങ്കാളിക്ക് സാധുജന പരിപാലന സംഘം, പിന്നെ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന് 3ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പിന്നെ വാഗ്ഭടാനന്ദന് ആത്മവിദ്യാസംഘം, പിന്നെ വൈകുണ്ഠസ്വാമികൾക്ക് സമത്വ സമാജം. അപ്പോൾ ഉത്തരം എ ആണ്. ഇനി 9, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? വേദാധികാര നിരൂപണം, ബി ആണ് ഉത്തരം. ഇനി 10, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയത് ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 4 ശരിയാണ്. അപ്പോൾ ഉത്തരം ബി ആണ്. ഇനി 11, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1950 ജനുവരി 26 സി ആണ് ഉത്തരം. 12, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ബി ആണ്. 86ാമത്തെ ഭേദഗതി 2002 ഉണ്ടായത്. ഇനി 13, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A ഉത്തരം സി. 14, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം എ ആണ്, സ്വത്തവകാശമാണ്. 15, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? അത് ബ്രിട്ടനാണ്, എ ആണ് ഉത്തരം. 16, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഉത്തരം ഡി ആണ്. 17, നിലവിലെ ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്, ഉത്തരം ബി ആണ്. 18ാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം എയും സിയുമാണ്. അപ്പോൾ ബി ആണ് ആൻസർ വരിക. എയും സി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 19, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? ഗോവയാണ്. അപ്പോൾ ഉത്തരം എ ആണ്. 20, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഉത്തരം വിക്രം സാരാഭായി ആണ്, ബി ആണ്. 21, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഉത്തരം റഷ്യയുടെയാണ്, സി ആണ്. 22,
12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ഡി ആണ്, സുസ്ഥിര വികസനം. 23. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? ഈ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ്. 24. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? സേഫ് കേരള, ബി ആണ് ഉത്തരം. 25. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദയും തപതിയാണ്. ഉത്തരം ബി ആണ്. ഇനി 26. ചാന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചാന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ, എ ആണ് ഉത്തരം. 27. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം നീർവാർച്ചയുള്ള മണ്ണ്, സി ആണ്. 28. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? മഹാരാഷ്ട്രയാണ്, സി ആണ് ഉത്തരം. 29. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. അപ്പോൾ സി ആണ് ഉത്തരം. 30. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? അത് ഡി ആണ്, ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. ഇനി 31. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി? ഫെർട്ടിഗേഷൻ, ഡി ആണ്. 32. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? അത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, എ ആണ്. 33. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. 34. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി? ഉത്തരം ജീവിതം ഒരു പെൻഡുലം, ബി ആണ്. 35. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഉത്തരം ചെറുധാന്യ വർഷം, എ ആണ്. 36. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഈ പറഞ്ഞത് മുതിരമ്പുഴ, പെരുഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ്. ചേരുംപടി ചേർക്കുക. ഒന്നാമത്തേന് 1 അതായത് നെയ്യാറിന് തിരുവനന്തപുരം. രണ്ടാമത്തേന് ചെന്തുരുണി കൊല്ലം തന്നെയാണ്. മൂന്നാമത്തെ കരിമ്പുഴ മലപ്പുറം. നാലാമത്തെ കൊട്ടിയൂര് കണ്ണൂര്. അപ്പോൾ എ ആണ് ഉത്തരം. 38. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഉത്തരം mRNA വാക്സിൻ വികസിപ്പിച്ചതിന്, സി ആണ്. 39. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം 4ാമത്തെയാണ്, തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 40. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഉത്തരം പോത്തുകൽ, എ ആണ്. 41. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ? വേമ്പനാട്ടുകായൽ, ബി ആണ്. 42. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. അത് പള്ളിവാസലും ചെങ്കുളമാണ്, 1ാമത്തെയാണ്, അതായത് എ ആണ് ഉത്തരം. 43. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഉപ്പുരസമുള്ള എക്കൽമണ്ണ് മാത്രമാണ്. അപ്പോൾ സി ആണ് ഉത്തരം. 44. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? തമിഴ്നാടാണ്, സി ആണ്. 45. താഴെ എഴുതിയതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം സുന്ദർബൻ ഡെൽറ്റ, ബി ആണ്. 46. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡി ആണ്, കാലാവസ്ഥാ വ്യതിയാനം. 47. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം? 11 എ ആണ് ഉത്തരം. 48. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിച്ചായിരുന്നു? ഉത്തരം തിരൂരും ബേപ്പൂരും ആണ്, ഡി ആണ്. ഇനി 49. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്, പാൽ. 50. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? അത് കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. 51. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ ആണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 52. INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? അത് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അപ്പോൾ എ ആണ് ഉത്തരം. 53. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക.
അപ്പോൾ ഇവിടെ അസ്ഥികളുടെ ആരോഗ്യമാണ്, അതുകൊണ്ട് തന്നെ ജീവകം ഡി, കണ എന്ന് പറഞ്ഞ അസുഖമാണ്. സി ആണ് ഉത്തരം. 54 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നെല്ലാണ്, എ ആണ് ഉത്തരം. 55 കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് പറമ്പിക്കുളം, ഡി ആണ്. 56 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. 1, 2, 3 ആണ് ശരി. ആദ്യത്തെ 3 ശരിയാണ്, 4ാമത്തെ തെറ്റാണ്. അപ്പോൾ ഉത്തരം എ ആണ്. ഇനി 57 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല, അത് കോഴിക്കോട്, സി ആണ്. 58 പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അത് ഇവിടെ തന്നിട്ടുള്ളതിൽ ഉറുമ്പുപൊടി, ബി ആണ്. 59 വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്, എ ആണ് ഉത്തരം. 60 ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം പ്രകീർണനം, ഡിസ്പേർഷൻ എന്ന് പറയും, ബി ആണ് ഉത്തരം. 61 ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ശരിയാണ്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് കാണപ്പെടുന്നു, തെറ്റാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അപ്പോൾ 1, 3 ആണ് ശരി, അതായത് ബി ആണ് ഉത്തരം. 62 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ആസിഡ് ലോഹവുമായി, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്, എ ആണ് ഉത്തരം. 63 ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര് ഇവിടെ തന്നിരിക്കുന്നതിൽ ഹേമറ്റൈറ്റ് ആണ്. 64 പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്, അപ്പോൾ ഗതികോർജം, അതായത് മുകളിൽ നിന്ന് താഴേക്കാകുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയാണ്, അപ്പോൾ ഗതികോർജം കൂടും. അതേസമയം അതിൻ്റെ സ്ഥാനം മൂലമുള്ള, അതായത് സ്ഥിതികോർജം കുറയും, സി ആണ് ഉത്തരം. 65 ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം ഒഡീഷ, സി ആണ്. 66 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം? ഉത്തരം ബി ആണ്, സ്പെയിൻ. 67 താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഹൃദയമാണ്. 68 അപ്പോൾ ബി ആണ് ഉത്തരം. 68 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറസ് ഇവിടെ തന്നിരിക്കുന്നതിൽ എയ്ഡ്സ് ആണ്, എ ആണ്. 69 പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസീമിയാണ്, ഡി ആണ് ഉത്തരം. 70 നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി? എൽസ, ബി ആണ് ഉത്തരം. 71 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ്. 72 ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? അമിനോ ആസിഡ് ആണ്, സി ആണ് ഉത്തരം. 73 കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് തന്നെയാണ്, ബി ആണ് ഉത്തരം. 74 പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ഇൻസുലിൻ തന്നെയാണ്, എ ആണ് ഉത്തരം. 75 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് ആരോഗ്യ കിരണം എന്ന് പറയുക, സി ആണ്. 76 ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോടാണ്, ഡി ആണ്. 77 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ, ബി ആണ്. 78 ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയം, ഡി ആണ്. 79 ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? BCG ആണ്, സി ആണ്. 80 ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരമാണ്, എ ആണ് ഉത്തരം. 81 ഇനിയുള്ളത് കണക്കാണ്, മാത്സ്. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു, നഷ്ടശതമാനം എത്ര? അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഉത്തരം ബി, 8% കിട്ടും. ഇനി 18 ഹരണം 82 18 ഹരണം 2 × 18 ഹരണം 6 - 5 എത്ര? ഉത്തരം എ ആണ്, 18. 83 ഒരു ബസ്സിന്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 312 km ആണ്, സി ആണ്. 84 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? സി ആണ്, 45.
ഈ 85 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കണേല് കൂട്ടത്തിൽ പെടാത്തത് ത്രികോണാണ്. ബാക്കിയെല്ലാം 4 വശങ്ങളുണ്ട്. ത്രികോണത്തിന് 3 വശമേ ഉള്ളൂ. അപ്പോൾ എ ആണ്. 86 ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? അപ്പോൾ 17 മീറ്റർ ആണ്. അപ്പോൾ 289ന്റെ റൂട്ട് എടുക്കുക. അപ്പോൾ 17. ഇനി കാരണം വിസ്തീർണം കാണാൻ A² ആണ്. അപ്പോൾ ഒരു സൈഡ് കാണണമെങ്കിൽ 17 മീറ്റർ, അതിൻ്റെ റൂട്ട് എടുക്കുക. 87 മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായം. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? അത് സി ആണ്. 10 ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 88 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ 2, 4, 5 ആണ് ഇവിടെ തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് D 20 ആണ്. ഇനി 89 9:3 64:8 ആണ് വരിക. 3 × 3 ആണ് 9. അപ്പോൾ 8 × 8 ആണ് 64 വരിക. അപ്പോൾ D ആണ് ഉത്തരം 8. ഇനി 90 ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8 അപ്പോൾ 3 ആണ് വ്യത്യാസം. അപ്പോൾ അടുത്തത് B 11 ആണ് വരിക. ഇനി 91 1/10 = 0.1 ആയാൽ 10/100ന്റെ ദശാംശ രൂപം ഏത്? അത് 0.1 തന്നെയാണ് വരിക. കാരണം മുകളിലത്തെ ഒരു 0 താഴത്തെ ഒരു 0 വെട്ടിപ്പോയാൽ വീണ്ടും 1/10 തന്നെയായി. അപ്പോൾ 0.1 തന്നെയാണ്. B ആണ് ഉത്തരം. 92 മാർക്കുകളുടെ ശരാശരി എത്ര? അപ്പോൾ ഇതെല്ലാം കൂട്ടി 5 എണ്ണമാണ് തന്നേക്കണം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 42. D ആണ് ഉത്തരം. 93 1/2 പ്ലസ് 3/4 അപ്പോൾ 1/2 3/4 കൂട്ടി 1/4 കിട്ടും. 1/4 - 1 കാലാണ്. അപ്പോൾ C ആണ് വരിക ഉത്തരം. 94 15/P = 3 ആയാൽ P എത്ര? അതായത് Pനെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 3P = 15. അപ്പോൾ P = 15/3 5. B ആണ് ഉത്തരം. 95 ഒരു വരിയിൽ ദിയ 3-ൽ നിന്ന് 8-മതും പിന്നിൽ നിന്ന് 5-മതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 12. A ആണ് ഉത്തരം. 96 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത്? ഇവിടെ തന്നിരിക്കണേൽ 102 ആണ് ഏറ്റവും ചെറുത്. 100ഉം 101 3 പൂവില്ല. പിന്നെ ഉള്ളത് 102 ആണ്. ഇനി 97 5² = 25 ആയാൽ 0.5². അപ്പോൾ ദശാംശം കഴിഞ്ഞ ഒരു അക്കം ഉണ്ട്. അപ്പോൾ 0.25 വരിക. രണ്ടക്കം ഒരക്കം വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0.25 രണ്ടക്കം വരും. അപ്പോൾ D ആണ് ഉത്തരം. 98 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ 92 രൂപ ഉണ്ടെങ്കിൽ 8 കൂട്ടുമ്പോൾ 100 കിട്ടുക. അപ്പോൾ 92. D ആണ് ഉത്തരം. 99 പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് ഉത്തരം. അപ്പോൾ 2² 4 - 1 3. അതുപോലെ 2 × 4 എന്ന് കഴിഞ്ഞാൽ 8. അപ്പോൾ 3² 9 - 1 കിട്ടും. 3 × 5 അതുപോലെ. അങ്ങനെ നോക്കുമ്പോൾ 10 × 12 120 ആണ് കിട്ടുക. അപ്പോൾ 11² 121 - 1. അപ്പോൾ ഉത്തരം A ആണ്. 11². A ആണ് ഉത്തരം. 100 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം എത്ര? അപ്പോൾ 11 × 8 നീളം × വീതിയാണ് വിസ്തീർണം കാണാനുള്ളത്. അപ്പോൾ 11 × 8 88. A ആണ് ഉത്തരം വരിക. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന ഈ കുറച്ച് കാറ്റഗറികൾക്ക് ഒരുമിച്ച് നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഒന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ആ കമൻസിൽ ഇട്ടാൽ നല്ലതായിരുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല, എന്നാൽ നല്ലൊരു സ്റ്റാൻഡേർഡും ഉണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ആൻസർ കീ നോക്കി സ്കോറൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുകളും അപ്ഡേറ്റ്സുകളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻസർ കീ ഒക്കെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഈ പ്രൊവിഷണൽ ആൻസർ കീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫൈനൽ ആൻസർ കീയിൽ PSC പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. സാധാരണ അങ്ങനെയാണ് പതിവ്.
ഇതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രൊവിഷണൽ ഇട്ടിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫൈനൽ ആൻസർ കീയിൽ അത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.